ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുറുകുകയാണ്. തമിഴ്നാട്ടിലെ DMK ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായ DMK അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളുമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിക്കുന്നത്, വർഗീയതയ്ക്കെതിരായ സമീപനത്തിൽ ഊന്നുന്നത്, ജനങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത് തുടങ്ങി എല്ലാ മേഖലകളെയും വളരെ കൃത്യമായി സ്പർശിക്കുന്നതാണ് DMKയുടെ പ്രകടന പത്രിക. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ CAA എടുത്തു കളയും, UCC ഉണ്ടാവില്ല എന്ന് DMK വളരെ സ്പഷ്ടമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ശ്രീലങ്കയിലെ തമിഴർക്ക്, വംശീയ വിവേചനം അനുഭവിക്കുന്ന തമിഴർക്ക് ഞങ്ങൾ പൗരത്വം നൽകുമെന്ന് DMK പ്രഖ്യാപിക്കുന്നുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില 75ഉം 65ഉം ആക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഒപ്പം ഗവർണർമാരുടെ ഓഫീസുകളുടെ അമിതാധികാരം എടുത്തുകളയുമെന്ന്, സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കാതെ ഗവർണർമാരെ തീരുമാനിക്കാൻ കഴിയാത്ത നില കൊണ്ടുവരുമെന്ന് സ്റ്റാലിന്റെ DMK ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ അവകാശവാദങ്ങൾ, നിങ്ങളുടെ ഈ പ്രതിജ്ഞകൾ ഇന്ത്യ സഖ്യത്തിന്റെ പൊതുനയത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യത്തിന് പൊതുനയവുമായി ചേർന്നു പോകുന്നതാണ് എന്നാണ് സ്റ്റാലിൻ നൽകുന്ന മറുപടി. എന്തായാലും മോദി സർക്കാരിനോട്, മോദി നേതൃത്വം കൊടുക്കുന്ന BJPയോട് വളരെ ശക്തമായ ഭാഷയിൽ പൂർണ്ണമായും ഇപ്പുറത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ് DMKയുടെ ഈ പ്രകടന പത്രിക. അതിന് ഇന്ത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നയവുമായി സാമ്യമുണ്ടോ? ഈ പറയുന്ന പ്രധാന ഭാഗങ്ങൾ അതേപടി ഏറ്റെടുക്കാൻ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തയ്യാറാകുമോ? ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ ഒരു പൊതു നയമുണ്ടാകുമോ? അതോ പലയിടത്തും സന്ധിയുടെ, കോംപ്രമൈസിന്റെ ടോൺ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ, ഇന്ത്യ സഖ്യത്തിന്റെ മുദ്രാവാക്യം എന്താണ് എന്ന വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഈ രാത്രിയിൽ. ഇതിനോടൊപ്പം കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM-ൽ നിന്ന്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നേതാവ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, DMKയുടെ പ്രകടന പത്രികയെക്കുറിച്ച് പറയുകയായിരുന്നു. അവരുടെ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് DMK. അവർ പൗരത്വ നിയമം ഞങ്ങൾ എടുത്ത് കളയും, ഏക സിവിൽ കോഡ് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അതടക്കം വിവിധ സംഗതികൾ, അതായത് ഗവർണർമാരുടെ അധികാരം പോലും ഈ നിലയ്ക്കുണ്ടാവില്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്ന് പറയാണ്. നിങ്ങളുടെ പൊതുനയത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ DMKയുടെ പ്രകടന പത്രികയെ നിങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് RSSന്റെ തത്വശാസ്ത്രത്തെ, പ്രത്യയശാസ്ത്രത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വിഭജനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കുകയാണ്. ആ വിഭജനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തൂത്തെറിയുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം. അവിടെ ഒരു തരത്തിലുള്ള ഡൈല്യൂഷനുമില്ല. അതിശക്തമായി കൊണ്ട് ഈ നയത്തെ എതിർക്കും. ഇന്ത്യയുടെ ജനത അതിന് അനുകൂലമാണ് എങ്കിൽ ഇന്ത്യയുടെ ജനത ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഒരല്പം പോലും സംശയത്തിന് ഇടയില്ല ആ കാര്യത്തിൽ. അല്ലേ, അത് പൗരത്വ നിയമമാകട്ടെ, ഏക സിവിൽ കോഡ് ആവട്ടെ, ഇനി അങ്ങോട്ട് BJP ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാവട്ടെ, ഞങ്ങൾ ആ രാഷ്ട്രീയത്തിന് ഡെഡ് എഗെയിൻസ്റ്റ് ആണ്. അല്ല, എൻ്റെ ചോദ്യം ഇതിനകത്ത് ഈ സ്പെസിഫിക്കായി സംസാരിക്കുക. ഇപ്പോൾ CAA ആണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, പൗരത്വ നിയമ ഭേദഗതി. അതിനകത്ത് കോൺഗ്രസ് ദേശീയാടിസ്ഥാനത്തിൽ വളരെ കൃത്യതയുള്ള, മൂർച്ചയുള്ള ഒരു നയം പറയുന്നില്ല എന്ന വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ടല്ലോ. ഞങ്ങൾ വന്നാൽ CAA നടപ്പാക്കില്ല, ഞങ്ങൾ വന്നാൽ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയത്തെ ഞങ്ങൾ തടഞ്ഞു വയ്ക്കും എന്ന് കോൺഗ്രസിന് വൃത്തിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ശ്രീ നിജേഷ് അരവിന്ദ്? നിഷാദ്, കോൺഗ്രസിന്റെ നയം, നിഷാദ് വളരെ കൃത്യമായി കേൾക്കുക, കോൺഗ്രസിന്റെ നയം തീരുമാനിക്കുന്നത് ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ ആരെങ്കിലും ഒരുമിച്ചിരുന്നിട്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപിച്ചത്. മാധ്യമ വിഭാഗത്തിന്റെ ജയറാം രമേശാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട നയം പ്രഖ്യാപിച്ചത്. ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച സമയത്ത് രാഹുൽ ഗാന്ധിയാണ് ഈ കാര്യത്തിൽ നയം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ സമരത്തിലുണ്ടായിരുന്നു. പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ സ്ഥാനത്ത് അഗ്രസീവായി നിൽക്കുന്ന അസം മുഖ്യമന്ത്രിക്കെതിരെയാണ് കോൺഗ്രസ് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നയത്തിൽ യാതൊരു പ്രശ്നവുമില്ല. കോൺഗ്രസിന്റെ നയം വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിനാരും ദയവ് ചെയ്ത് ഇല്ലാത്തൊരാഖ്യാനത്തിനെ ഉണ്ടാക്കി കൊണ്ടുവരരുത്. പൗരത്വ നിയമത്തിനകത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ, മുസ്ലിം മതത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പൗരത്വ നിയമം കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ 47 മുതൽ ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡയലൂഷൻ കോൺഗ്രസ് നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ നയത്തിൽ ആർക്കും സംശയം വേണ്ട, അത് കൃത്യമാണ്.
അല്ല, ഈ കാര്യത്തിൽ എന്താണ് നയം? എന്താണ്? നിങ്ങൾ വന്നാൽ CAA ഉണ്ടാവില്ല, പൗരത്വ നിയമം, ഈ ഉണ്ടാവില്ല. പൗരത്വ നിയമം ഞങ്ങൾ വന്നാൽ ഉണ്ടാവില്ല, അത് അറബിക്കടലിലായിരിക്കും. ഈ നിയമം ഉണ്ടാവില്ല. ഒരു മതത്തിനെ മാത്രം മാറ്റി നിർത്തുന്ന പൗരത്വ നിയമം ഉണ്ടാവില്ല. മതാടിസ്ഥാനത്തിൽ വിഭജനമുള്ള പൗരത്വ നിയമം ഉണ്ടാവില്ല എന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള നിലപാട്. പക്ഷേ നോക്കൂ, മല്ലികാർജ്ജുൻ ഖാർഗെയോട് CAAയുടെ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത ദിവസം ചോദിക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ച് പറയാം, നിങ്ങൾ എടുത്ത് കളയുമോ എന്നുള്ള ചോദ്യത്തിന് നോക്കട്ടെ പിന്നെ പറയാമെന്ന് വെച്ചാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകാനുണ്ടായത്. അപ്പോൾ ആ നിലയ്ക്ക് അത് പറയാനുള്ള ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. തന്നെയല്ലേ ജയറാം രമേശ് പറഞ്ഞത്? ആ ദിവസം തന്നെയാണ് പറഞ്ഞത്. ഇല്ല, 100% ഇല്ല, അതിലൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് 3 ദിവസം മുമ്പല്ലേ ബോംബെയിലെ ശിവാജി പാർക്കിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അവിടെ വെച്ച് ഇന്ത്യയുടെ നയം പ്രഖ്യാപിച്ചത്. ആ ഇന്ത്യയുടെ നയത്തിൽ ആർക്കെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടായോ? ബാൽ താക്കറെയുടെ ദസറ റാലിക്ക് ശേഷം ഇതുപോലെ ശിവജി പാർക്കിൽ ആളുകൾ കയറിയിട്ടില്ല എന്ന് മഹാരാഷ്ട്രയിലെ BJP പത്രങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തിയ ആ വേദിയിൽ വെച്ചാണ് ഇന്ത്യ മുന്നണിയുടെ നയം. ഒരു ചെറുപ്പക്കാരനായ തേജസ്വി യാദവ് പ്രസംഗിക്കുന്ന സമയത്ത് 90 വയസ്സുള്ള ഫറൂഖ് അബ്ദുള്ള കൈയടിക്കുന്ന ഒരു ഇഴയടുപ്പമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പ്രകടന പത്രികക്കകത്ത് ഇന്ത്യ മുന്നണി എന്ന ആശയമുണ്ട് എന്നാണ് നിജേഷ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആനന്ദ് കൊച്ചുകുടി, ഇതിപ്പോ നമ്മൾ ഇതിനു മുമ്പും പലകുറി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് BJPയുടെ വളരെ കെട്ടുറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയോട് പ്രതികരിക്കാൻ, അതിനോട് മുട്ടാൻ തക്കവണ്ണമുള്ള വളരെ കോൺക്രീറ്റ് സ്വഭാവത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ആശയ അടിത്തറ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തന രീതി, ഇവ ഇപ്പുറത്തുണ്ടോ എന്ന സംശയം നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. താങ്കൾ ആ നിലയ്ക്ക് ആശങ്ക പ്രകടിപ്പിച്ച ഒരു പാനലിസ്റ്റ് കൂടിയാണ് എൻ്റെ ഓർമ്മ. ഇപ്പം നോക്കൂ, DMK ഒരു പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനകത്ത് ഷാർപ്പാണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രീണനത്തിൻ്റെ സ്വഭാവമൊന്നും അതിനകത്തില്ല. BJP ഹിന്ദുത്വത്തെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഹിന്ദുത്വത്തോട് നമ്മളും കുറച്ചൊന്ന് മയപ്പെടണം എന്ന ഒരു ലൈൻ DMKയുടെ പ്രകടന പത്രികയ്ക്കകത്തില്ല. അവർ പൂർണ്ണമായും ഇപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ ഷാർപ്പായി സംസാരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ സഖ്യത്തിനകത്ത് ഒരു പാർട്ടി എടുക്കുന്നത് അതൊരു തമിഴ്നാട് ലോക്കൽ സംഗതിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള സാധ്യത അതിനുണ്ടോ? അല്ല, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ DMK എടുക്കുന്ന ഈ നിലപാട് കോൺഗ്രസിനും എടുക്കാം എന്ന് പറയും. പക്ഷേ ഇവിടെ നിജേഷ് അരവിന്ദനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി വന്നിട്ട് പറയും കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. നിജേഷ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്, പക്ഷേ മറ്റൊരു നേതാവാണെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ദേശീയ പാർട്ടി ആയിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ DMK എടുക്കുന്ന നിലപാട് ഒരു പ്രാദേശികമായിട്ടുള്ള പാർട്ടിയുടെ നിലപാട് കോൺഗ്രസിന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ ചില നേതാക്കളൊക്കെ കോൺഗ്രസിന്റെ പറയുമായിരിക്കും. കാരണം കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും പലപ്പോഴും ഓരോ തരത്തിലാണ്. ചാനൽ ചർച്ചയിൽ വരെ പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ തോന്നാറുണ്ട്. ചില നേതാക്കൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റ് നേതാക്കൾ വന്നിട്ട് പറയുന്നത്. ഇപ്പോൾ DMK എന്ന പാർട്ടി എടുത്ത നയം അല്ലെങ്കിൽ നിലപാട് ഇപ്പോൾ CAAയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ UCCയുടെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ കോൺഗ്രസിന് എടുക്കാവുന്നതാണ്. പിന്നെ UCCയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നെഹ്റുവിന്റെ കാലത്ത് മുതലുള്ള നയം ഇത് അല്ല എന്ന് വേണമെങ്കിൽ ചിലർ പറയുമായിരിക്കും. അത് ശരിയുമാണ്. UCCയുടെ കാര്യത്തിൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് കോൺഗ്രസിൽ മറ്റൊരു നിലപാടുണ്ടായിരുന്നു. അതിപ്പോൾ എന്താണ് അതിൻ്റെ നിലപാടെന്ന് എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസിന് ഈ ആശയപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നുമല്ല കോൺഗ്രസിന് പിന്നോട്ട് പോകുന്ന ഘടകങ്ങൾ, അതൊന്നും ഞാൻ ആശങ്കപ്പെടുന്നില്ല. അതൊക്കെ ഇവിടെ കേരളത്തിലായിരിക്കും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ CAA വിഷയം ദേശീയ തലത്തിൽ അതിന് പ്രാധാന്യമുണ്ടെങ്കിലും ഇപ്പോൾ മുമ്പ് അമിത്ഷാ പറഞ്ഞതുപോലെ ക്രോണോളജിയെക്കുറിച്ചോ NRCയെക്കുറിച്ചോ ഇവിടെ നിന്ന് പൗരന്മാരെ തുരത്തുന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ പറയുന്നില്ല എന്ന് വെച്ച് പിന്നീട് പറയില്ല, അല്ലെങ്കിൽ അവരുടെ പ്ലാനിൽ അതില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്രയും മാത്രമേ ഇപ്പോഴെങ്കിലും അവർ പറയുന്നുള്ളൂ. അവരതിനെ വാട്ടർ ഡൗൺ ചെയ്തു, അതിലവർ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ ലിമിറ്റഡ് പോയിന്റ് പറയുന്നുള്ളൂ. എൻ്റെ ആശങ്ക അതൊന്നുമല്ല. ഇപ്പോഴും നമുക്കറിയില്ല അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുമോ എന്ന്. ഇന്നിപ്പോൾ വാർത്ത വരുന്നുണ്ട് വരുൺ ഗാന്ധിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയും അദ്ദേഹത്തെ പിലിഭിത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പിന്തുണയ്ക്കുമെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് കേരളത്തിലെ ഏത് നേതാവിന് മത്സരിച്ചാൽ ജയിക്കാവുന്ന ഒരു സീറ്റിൽ, അതായത് വയനാട് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അമേഠിയിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ലാത്ത? അദ്ദേഹം ഈ മുഹബത്തിന്റെ കട, ഈ സ്നേഹത്തിന്റെ കട തുറക്കാൻ നടക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അമേഠിയിൽ ആ സ്നേഹത്തിന്റെ കട തുറക്കാൻ ധൈര്യമില്ലാത്തത്? അങ്ങനെ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ, അതായത് പേടിച്ചിട്ടാണ്
എന്ന തരത്തിൽ അല്ലെങ്കിൽ അവിടെ ഒരു പിന്നീട് എപ്പോഴോ വന്ന് ജയിച്ച സ്മൃതി ഇറാനിക്ക് വേണ്ടി തൻ്റെ പൈതൃകം തനിക്ക് പൈതൃകമായി കിട്ടിയ സീറ്റ് ആ ഉത്തർപ്രദേശ് മുഴുവൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യ മുഴുവൻ വിട്ടുകൊടുക്കുന്ന രീതിയിൽ ഇവിടെ വയനാട് വന്ന് മത്സരിക്കാതെ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് അമേഠിയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് കൂടി റായ്ബറേലിയിൽ മത്സരിക്കാം എന്ന തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല? ഇപ്പോഴും ആ തീരുമാനം അവരെടുക്കുന്നില്ല. ഇപ്പോഴും കേൾക്കുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇന്ത്യ മുഴുവൻ നടന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിച്ചുകൂടെ എന്നാണ് ഒരു മറു ചോദ്യം. സിറ്റിംഗ് സീറ്റിൽ ഒരു എംപിക്ക് മത്സരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് സാധാരണ മട്ടിൽ നിഷ്കളങ്ക സ്വഭാവത്തിൽ. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ടവറിംഗ് ലീഡർ സിറ്റിംഗ് സീറ്റിന്റെ ന്യായം പറഞ്ഞ് വയനാട്ടിൽ തന്നെ വന്ന് മത്സരിക്കണമെന്നൊക്കെ മറുചോദ്യം ചോദിക്കായിരിക്കും. പക്ഷെ കോൺഗ്രസ്സുകാർ നിഷ്കളങ്കമായി ചോദിക്കുന്നു, സിറ്റിംഗ് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ എന്താണ്, കേരളം ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കുകയാണ് അവർ. ഞാൻ കഴിഞ്ഞ 2019 തന്നെ CPM-കാർ ഏത് ഉദ്ദേശത്തിൽ പറഞ്ഞതായാലും ഞാൻ 2019 വരെ മുതൽ ഈ കാര്യത്തിൽ CPM-നെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ വന്ന് മത്സരിക്കരുതായിരുന്നു ആദ്യമേ തന്നെ. ഇനി മത്സരിച്ചു, ശരിയാണ്, അദ്ദേഹം വിജയിച്ചു, അമേഠിയിൽ തോറ്റു. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം അമേഠിയിൽ തോറ്റതെന്ന് കടത്തി വരെ പറയുന്ന ഒരാളാണ് ഞാൻ. അത് പോട്ടെ, അദ്ദേഹം കഴിഞ്ഞ തവണ തോറ്റു എന്ന് വെച്ച് ഇത്തവണ വീണ്ടും അമേഠിയിൽ മത്സരിക്കാതെ, സിറ്റിംഗ് സീറ്റ് ശരിയാണ് വയനാടാണ്, പക്ഷെ അത് അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ സീറ്റല്ല. അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനേക്കാൾ എന്നാൽ പിന്നെ കേരളത്തിലുള്ള KC വേണുഗോപാലിനെയോ ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഡിഫാക്ടോ നേതാവാക്കിയാൽ പോരെ? എന്തിനാണ് രാഹുൽ ഗാന്ധി കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ പാർട്ടിയുടെ മുകളിൽ ഇങ്ങനെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത്? ഇവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരാണോ? ഈ ഉത്തരേന്ത്യ മുഴുവൻ BJP-ക്ക് വിട്ടുകൊടുത്ത് അവിടെ പ്രധാന എതിരാളിയായ BJP-ക്ക് ഒരു തേരോട്ടം നടത്താൻ ആ ഭൂമിക മുഴുവൻ ഒഴിഞ്ഞു കൊടുത്ത് ഇവിടെ ഈ വയനാട്, കേരളത്തിലെ ഏത് കുറ്റിച്ചൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാലും ജയിക്കുന്ന ഈ വയനാട് സീറ്റിൽ വന്നിട്ട് അദ്ദേഹം ജയിച്ചാൽ എന്ത് സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്? ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് തന്നെ പിന്നെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അദ്ദേഹം ശരി വയനാട് ഒരു സേഫ് സീറ്റിന് വേണ്ടി മത്സരിക്കുക, എന്നാലും അദ്ദേഹത്തിന് അമേഠിയിൽ മത്സരിക്കാനുള്ള ഒരു ധൈര്യം, അവിടെ തോറ്റാലും കുഴപ്പമില്ല എന്നാലും മത്സരിക്കും എന്ന് ഒരു മത്സരത്തിന് മുൻപ് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? മുഹബത്തിന്റെ കട തുറക്കും, പ്രശ്നമല്ലേ അത്? കോൺഗ്രസിന്റെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി വന്ന് ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ പ്പെട്ട ഒരു പാർട്ടിയുടെ അവശേഷിക്കുന്ന ഒരേ ഒരു സീറ്റിൽ അവർക്കെതിരെ മത്സരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വയനാട്ടിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണ്? കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം അവരുടെ സ്വന്തം ഇടം സേഫ് ആക്കുകയാണോ? അതിനപ്പുറത്തേക്കുള്ള ആത്മവിശ്വാസ പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യം ശ്രീ ആനന്ദ് ചോദിക്കുകയാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM-ന്റെ പാനലിസ്റ്റും ഒപ്പം P കൃഷ്ണദാസ് BJP പാനലിസ്റ്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺകുമാർ, നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് DMK-യുടെ ഇന്നത്തെ പ്രകടന പത്രികയെക്കുറിച്ചാണ്. DMK മോദി സർക്കാരിന്റെ എല്ലാ നയങ്ങളെയും, ഭരണഘടനാ മൂല്യങ്ങളെയും, വർഗീയ വിരുദ്ധ ആശയത്തെയും, ജനജീവിത പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് എതിർക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ UCC നടപ്പിലാക്കില്ല, CAA നടപ്പിലാക്കില്ല, പെട്രോൾ ഡീസൽ വില ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നു, ഞങ്ങൾ ഗവർണർമാരുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു തുടങ്ങിയ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വളരെ വളരെ ക്ലാരിറ്റിയുള്ള ഒരു പ്രകടന പത്രികയാണ്. ഇന്ത്യ സഖ്യത്തിലൊരു കക്ഷിയാണ് അവർ. ഇന്ത്യ സഖ്യത്തിലെ വലുതും ചെറുതുമായ എത്ര കക്ഷികൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് DMK-യുടെ പത്രികയിൽ ഉള്ളത്? ശ്രീ അരുൺകുമാർ. ഇന്ത്യ സഖ്യത്തിൽ 29 കക്ഷികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ജനതാദൾ യുണൈറ്റഡ് ആണ് തിരിച്ചുപോയത്. RLD അടക്കം ഒരു പാർട്ടികളും സൈലന്റ് ആയിട്ടുണ്ട്. ഏകദേശം 27ഓളം പ്രധാനപ്പെട്ട പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുണ്ട്. ഞങ്ങളുടെ തീരുമാനം യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിലും യോജിക്കുക എന്നതും, അതുപോലെ BJP-ക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ഒരിക്കലും വിഭജിച്ചു പോകാത്ത സാഹചര്യം സൃഷ്ടിക്കുക, BJP-യെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നതാണ്. അതായത് മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഈ സാംസ്കാരിക പാരമ്പര്യത്തെ എല്ലാം തകർത്ത് ഒരു മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ പടിപടിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ തന്നെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതു വിനയെയും BJP-യെ തോൽപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാവരെയും അണിനിരത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പരമാവധി പ്രകടന പത്രികകൾ പുറത്തിറക്കുക. CPM-ന്റെ പ്രകടന പത്രിക അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പുറത്തു വരും. ഏതായാലും ഇപ്പോൾ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമമടക്കം
നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം, അതുപോലെ യൂണിഫോം സിവിൽ കോഡ്, കാശ്മീരിനെ കീറി മുറിച്ചത്, ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് അത് പൊളിച്ച സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിതത്, അതുപോലെ ലേബർ കോഡ് അടിച്ചേൽപ്പിച്ചത്, കാർഷിക പരിഷ്കരണ നിയമം അടിച്ചേൽപ്പിച്ചത്, ഏറ്റവും അവസാനം ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്നതിന്റെ ചർച്ചകൾ, അവസാനം രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റാൻ വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള എഴുത്തുകുത്തുകളിൽ വരുത്തിയിരിക്കുന്ന മാറ്റമെല്ലാം ഈ രാജ്യത്തെ എങ്ങനെയാണ് RSS മതനിരപേക്ഷ കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ട് DMKയുടെ പ്രകടന പത്രിക വളരെ സ്വാഗതാർഹമാണ്. അതേപോലെ തന്നെ ജനകീയ വിഷയങ്ങളെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രകടന പത്രികയായിരിക്കും CPM അടക്കമുള്ള കക്ഷികൾ മുന്നോട്ട് വയ്ക്കുക. ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം, ഇത്തരത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ ചില വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഞാൻ മറ്റു തരത്തിലല്ല അത് പറയുന്നത്. ഇപ്പൊ ചട്ടം നടപ്പാക്കി, സാധാരണ ഒരു നിയമം പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ടാൽ 6 മാസത്തിനുള്ളിൽ ചട്ടം നടപ്പാക്കണം. 4.5 വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് 4-5 ദിവസം മുമ്പാണ് ഈ ചട്ടം പാസ്സാക്കുന്നത്. പക്ഷേ ഈ നിയമത്തിന്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഫലവും ഈ ചട്ടം നടപ്പാക്കി ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന ഗൗരവമായിട്ടുള്ള വിഷയത്തെയും കോൺഗ്രസ് ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരാരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആകെ പ്രതികരിച്ച് മിസ്റ്റർ ജയറാം രമേശ് എന്താ പറഞ്ഞത്? 4.5 വർഷം കഴിഞ്ഞ് ഈ ചട്ടം നടപ്പാക്കിയത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്നാ. പക്ഷേ ഇതിന്റെ പൊളിറ്റിക്കൽ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടില്ല. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ എന്താ പറഞ്ഞത്? KPCC അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മതത്തിന്റെ പേരിൽ മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം കൊടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്വീറ്റ്, ആദ്യം പുറത്തു വന്ന ട്വീറ്റ് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. മറ്റ് ഗൗരവമായ വിഷയം, കേരളം ഇത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എന്താ പറഞ്ഞത്? കേന്ദ്രം പാർലമെന്റ് പാസ്സാക്കിയാൽ അത് സംസ്ഥാനം നടപ്പാക്കിയേ പറ്റൂ. എന്തുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞില്ല? ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞില്ല? തെലങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞില്ല? കൃത്യമായി നിയമ പോരാട്ടം നടത്തി ഇവിടെ പൗരത്വ രജിസ്റ്റർ ഒരു കാരണവശാലും ഉണ്ടാക്കില്ല, ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടാവില്ല, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് ആധികാരികമായി പറയുന്ന ഗവൺമെന്റിനെ തള്ളി പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പുള്ള പല വിഷയങ്ങൾ എടുത്താലും, കാശ്മീരിനെ കീറിമുറിച്ചപ്പോഴായാലും, മുത്തലാഖ് പരിഷ്കരണ നിയമമായാലും, അതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെന്റിൽ ഹാജരാവാത്തതായാലും, NIA നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും എല്ലാം ഈ പ്രശ്നം ശരിക്കും നിഴലിച്ച് നിൽക്കുന്ന പ്രകടന പത്രികയെ ആശയാർത്ഥത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഇന്ത്യ സഖ്യത്തിനകത്തെ പാർട്ടികൾക്കിടയിൽ അകലമുണ്ടെന്നാണോ? ഞാൻ സൂചിപ്പിച്ചത്, വളരെ ധൈര്യത്തോടെ രാജ്യം കത്തുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള പൈതൃകവും നഷ്ടപ്പെടുമ്പോൾ, ഈ രാജ്യം ഒരു ഇന്ത്യയല്ലാതാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ അന്തസ്സോടെ മുന്നിൽ നിന്ന് നയിച്ച് ഞാൻ പറയാനുള്ളത് കൃത്യമായി പറഞ്ഞ് പ്രകടന പത്രിക ധൈര്യത്തോടെ പുറത്തിറക്കാനുള്ള ആർജവം മുഴുവൻ കക്ഷികളും കാണിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള മാറ്റവുമില്ലാതെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. DMK അതിന് മാതൃകാപരമായി മുന്നിൽ നിന്ന് എല്ലാ കക്ഷികളും രംഗത്ത് വന്നാൽ ഈ രാജ്യത്ത് ഭരണം നിങ്ങൾ രാജ്യത്താകമാനം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്തരീക്ഷം എന്ന് വെച്ചാൽ മതപരമായ സംഗതി പോലും ഉണ്ട്. നോക്കൂ, രാമക്ഷേത്രം എന്ന ദേശീയ നേട്ടം സാധ്യമാക്കിയത് ഞങ്ങൾ, നോക്കൂ ആട്ടി ഓടിക്കപ്പെട്ട ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുന്ന ഞങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു ആംബിയൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ DMKയുടെ പ്രകടന പത്രിക നോക്കൂ, അതിൻ്റെ ചതിക്കുഴിയിൽ എവിടെയും അത് വീഴുന്നില്ല. ഞങ്ങൾ വന്നാൽ CAA എടുത്ത് കളയും എന്നത് കൃത്യമായി പറയുന്നു. ഞങ്ങൾ വന്നാൽ ദുരുപദിഷ്ടമായ UCC ഞങ്ങൾ കളയും എന്നവർ പറയുന്നു. ഞങ്ങൾ വന്നാൽ 75 രൂപയ്ക്ക് 50 രൂപ എന്നുള്ള പൊയ്വാചകമൊന്നുമില്ല, 75 രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിയും, ഞങ്ങൾ കൊടുക്കും പെട്രോൾ, 65 ഡീസൽ ഞങ്ങൾ കൊടുക്കും, ടോൾ പ്ലാസകളിലെ കടന്ന കൈ പിരിവ് ഞങ്ങൾ നിർത്തലാക്കുമെന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഇപ്പുറത്ത് നിന്ന് സംസാരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ ധൈര്യം കാണിക്കുകയാണ് DMK. എന്തു തോന്നുന്നു? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരവരുടെ മുന്നണിയുടെയോ പാർട്ടിയുടെയോ പ്രകടന പത്രിക ഇറക്കാനും അതിൽ അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങൾ പറയാനും അവരവരുടേതായിട്ടുള്ള വാഗ്ദാനങ്ങളോ അവകാശവാദങ്ങളോ ഉന്നയിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? ആരും തടസ്സം നിൽക്കുന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്ത്
നമ്മളിപ്പോ ഈ ചർച്ച കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താ വിചാരിക്കുക, അങ്ങയുടെ ഇൻട്രൊഡക്ഷൻ പോലും അതാണല്ലോ. BJP ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു, അപ്പൊ അതിനെല്ലാം എതിരായി ഞങ്ങൾ പ്രവർത്തിക്കണം. അല്ലെങ്കിലും അവർ എതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. DMK എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇടതുപക്ഷം എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 28-30 പാർട്ടികൾ BJPക്ക് എതിരായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. അവർ ശക്തമായി BJP അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ അവരുടെ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞാൽ, ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയാണെങ്കിലും ഇപ്പോൾ DMK പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയാണെങ്കിലും അവർക്കെല്ലാം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം നടപ്പാക്കി കാണിക്കാനുള്ള ബാധ്യതയും അതിനുള്ള അവകാശവും ഉണ്ടല്ലോ. ഇപ്പൊ ഇടതുപക്ഷം ഒരു പ്രകടന പത്രിക ഇറക്കുന്നു, അവർ എന്ത് വാഗ്ദാനം വെച്ചാലും അത് കേരളത്തിൽ നടപ്പാക്കാമല്ലോ. DMK അവർ ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം, അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെല്ലാം അവർക്ക് തമിഴ്നാട്ടിൽ അടിയന്തരമായി നടപ്പാക്കാം. എന്തിനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടപ്പാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അവർക്ക് ഇപ്പൊ തന്നെ നടപ്പാക്കാമല്ലോ. DMK അല്ലേ ആ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത്. അപ്പൊ പെട്രോളിന്റെ വില കുറയ്ക്കും, ഞങ്ങൾ ഗ്യാസിന്റെ വില കുറയ്ക്കും, ഞങ്ങള് ഇവിടെ തേനും പാനും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ തന്നെ നടപ്പാക്കാനുള്ള അവകാശം മാൻഡേറ്റ് അവർക്ക് സംസ്ഥാനത്ത് ജനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അത് അവർക്ക് ചെയ്യാം, അതിനൊരു തടസ്സവുമില്ല. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യത്ത് വികസനം നടപ്പാക്കുന്ന ആളുകൾ, രാജ്യത്ത് വികസനം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തിന്റെ സുശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ആളുകൾ, അതിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കക്ഷികൾ BJPയോടൊപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ ഏതൊരു പ്രതിപക്ഷ പാർട്ടിയും രാഷ്ട്രീയപരമായ നിലപാടുകൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും നിലപാട് പറയാനുള്ള അവകാശമില്ലേ? അങ്ങനെ ഇല്ല എന്നാണോ ജനാധിപത്യത്തിൽ? ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു, ഞങ്ങൾ ഭരണത്തിലേക്ക് കയറുന്നു. ഇത് തന്നെയല്ലേ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പറയുന്ന ആശയത്തിൽ പ്രശ്നമുണ്ടെന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾ പറയുന്ന ആശയത്തിൽ ഇപ്പോൾ മോദി തമിഴ്നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് എന്താണ്? DMKയും കോൺഗ്രസും ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് പറയാണ്. അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ മൗനം അവലംബിക്കുകയും നിരന്തരം ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമെന്ന് പറയാണ്. ഒരു പ്രധാനമന്ത്രിയാണ് എന്നോർക്കണം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അങ്ങനെ ഒരു വിഭജനത്തിൻ്റെ ആംബിയൻസ് മൊത്തം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ വഴുതി വീഴാൻ, അതിലേക്ക് വന്ന് കൊത്താൻ തയ്യാറാവുന്നില്ല എന്നത് ചില്ലറ സംഗതിയല്ല എന്ന് പറയായിരുന്നു ഞാൻ. അല്ല, അത് ചില്ലറ സംഗതിയല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ കേരളത്തിൽ സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ലേ? സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നു എന്നുള്ള ഭംഗ്യം തരേണ അവർ നടത്തിയത് ജനാധിപത്യ ദംശനത്തിന്റെ പ്രക്ഷോഭങ്ങൾക്കെതിരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള നിലപാടുകളല്ലേ സ്വീകരിച്ചത്. ഇപ്പൊ BJPക്കെതിരെ കേസ് പോകുന്നു, BJP സർക്കാരിനെതിരെ കേസ് പോകുന്നു എന്ന് വലിയ തരത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കേരളത്തിൽ പ്രചരണം നടത്തുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അതിന്റെ പിന്നിലുള്ളത് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ DMKക്കോ ഒരുമിച്ച് വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല നിഷാദെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആളുകൾ, അങ്ങ് സൂചിപ്പിച്ചത് പ്രധാനമന്ത്രി ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ DMKയുടെ പ്രകടന പത്രികയിൽ അവരെന്താ പറയുന്നത്? ഇപ്പോ ഇടതുപക്ഷം എന്താ പറയുന്നത്? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എന്താ പറയുന്നത്? കോൺഗ്രസ്സുകാർ എന്താ പറയുന്നത്? ഞങ്ങൾ CAA നടപ്പാക്കില്ല എന്നുള്ളതല്ലേ? അതൊരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ? അതൊരു രാഷ്ട്രീയപരമായ നിലപാടല്ലേ? ആ രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ പ്രശ്നം? CAA നടപ്പിലാക്കില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ പൗരത്വം കൊടുക്കേണ്ടതെന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭരണഘടനാ മൂല്യത്തെ ഞങ്ങൾ പിന്തുടരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് മതം എന്താണ്? CAA നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ കൊണ്ടുവരുന്ന സംഗതി ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണ്, അത് തടയുമെന്ന് പറയുന്ന ആൾക്കാർ മറ്റവരുടെ കൂടെ നിൽക്കുക എന്നല്ലേ പറഞ്ഞതിന്റെ മലയാളം? ഒരു പ്രത്യേക വിഭാഗത്തിനെതിരല്ലേ? ആര് പറഞ്ഞു CAA ഒരു പ്രത്യേക വിഭാഗത്തിന്? താങ്കളല്ലേ പറഞ്ഞ ഇപ്പോ CAA ഞങ്ങൾ എടുത്തു കളയുമെന്ന് പറയുന്നത് ആരെയോ പ്രീണിപ്പിക്കാനാണെന്ന്. എങ്കിൽ CAA അപ്പോ നടപ്പിലാക്കുമെന്ന് പറയുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ എതിർക്കാനാണ്? അല്ല, അത് തന്നെയല്ലേ ഞാനും തിരിച്ചു ചോദിക്കുന്നത്. CAA ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരാണ് എന്ന് ആര് പറഞ്ഞു? അങ്ങനെ ആ നിയമത്തിലുണ്ടോ? എങ്ങനെയാണ് CAA വേണ്ടെന്ന് വെക്കുന്നത് ഒരു പ്രീണനമാകുന്നത്? പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അവരുടെ പൊസിഷൻ. തെറ്റിദ്ധരിപ്പിക്കല്ലേ? നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമത്തെ വളച്ചൊടിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. CAA നിയമത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരാണ് എന്ന നിയമത്തിലുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഉണ്ട് എന്നുള്ളത്. നിഷാദ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാനലിൽ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ ഇതൊരു വിഭാഗത്തിനെതിരാണ്, അങ്ങനെ ഈ വിഭാഗത്തെ പങ്കെടുപ്പിക്കില്ല. ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണ്, അവർക്ക് മാത്രം നിങ്ങൾ പൗരത്വം കൊടുക്കില്ല. എവിടെയുണ്ട് ഇന്ന വിഭാഗം അപേക്ഷിക്കാൻ പാടില്ല എന്നവിടെ ഉണ്ടോ? ഒരു നിയമം നടപ്പാക്കുമ്പോൾ എന്താണ് സംവിധാനമുള്ളത്? ഇന്ന വിഭാഗം അപേക്ഷിക്കാൻ പാടില്ല എന്ന ആ നിയമത്തിലുണ്ടോ?
അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിച്ചു നിർത്തി അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അപേക്ഷിക്കാൻ പറ്റില്ലാത്ത അങ്ങനെയല്ലല്ലോ ചില നിയമം വിഭാഗങ്ങൾ നടപ്പാക്കുന്നത്. അവരാരൊക്കെയാണ്? അപേക്ഷിക്കാൻ പറ്റില്ലാത്ത ചില വിഭാഗങ്ങൾ അങ്ങനെയല്ല, അവരാരൊക്കെയാണ്? നമ്മുടെ രാജ്യത്തൊരു നിയമം നടപ്പാക്കുന്നു. ആ നിയമം നടപ്പാക്കുന്നതിനുള്ള വിവക്ഷ ഏത് നിയമം നടപ്പാക്കുമ്പോഴും ആ നിയമത്തിൽ ഉണ്ടാക്കുന്നു. അത് ഇന്ന വിഭാഗം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അതിനകത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. മുസ്ലിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പറ്റുമോ എന്നെ ചോദ്യം. മുസ്ലിംസിന് പറ്റുമോ? മുസ്ലിംസിന് പറ്റുമോ? അങ്ങനെയല്ലെന്ന് നിഷാദത്തിനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഞാൻ ശരിയായിട്ട് ചോദിക്കാം. എന്റെ നിഷ്കളങ്കമായ ചോദ്യം, മുസ്ലിങ്ങൾക്ക് പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്റെ സിമ്പിളായ ചോദ്യം തിരിച്ചാണെന്ന്. ആ നിയമത്തിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എന്റെ ചോദ്യം തിരിച്ചാണ്. തിരിച്ചാണ്. അതിനകത്ത് ഹിന്ദുക്കൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ഹിന്ദുക്കൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? കൃഷ്ണദാസ്, ഹിന്ദുക്കൾക്ക് പറ്റുമോ? ഹിന്ദുക്കൾക്ക് പറ്റുമോ? എന്റെ ചോദ്യം തിരിച്ചാണെന്ന്. ഹിന്ദുക്കൾക്ക് പറ്റുമോ അപേക്ഷിക്കാൻ? ഹിന്ദുക്കൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ഹിന്ദുക്കൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ചോദ്യം തിരിച്ചാണ്. ഹിന്ദുക്കൾക്ക് അപേക്ഷിക്കാൻ പറ്റും. പാർസികൾക്ക് പറ്റും, ജൈനർക്ക് പറ്റും, ബുദ്ധർക്ക് പറ്റും, സിഖുകാർക്ക് പറ്റും, ക്രിസ്ത്യാനികൾക്ക് പറ്റും. പറ്റാത്തതാർക്കാ? അതാ ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തൊരു നിയമം നടപ്പാക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്ന നിയമത്തിന്റെ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ താങ്കൾ എത്ര വളച്ചു കെട്ടിയാലും താങ്കൾക്കറിയാം അത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിയമമാണ്. അതുകൊണ്ടാണ് CAA നടപ്പിലാക്കില്ല എന്ന് DMK പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനല്ലേ എന്ന് താങ്കളുടെ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് ഒരു മറുചോദ്യം വരുന്നത് തന്നെ. ഞാൻ ഒന്ന് വരാമേ. അല്ല, നിജേഷ് അരവിന്ദ്, നോക്കൂ, ഇവിടെ രണ്ട് പാനലിസ്റ്റുകൾ അഭിപ്രായം പറഞ്ഞതിനകത്ത് നേരത്തെ അരുൺകുമാർ പറഞ്ഞതിലും അതിന് മുൻപ് ജേർണലിസ്റ്റായ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതിലും നമ്മൾ DMKയുടെ പത്രികയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ആത്മാവ് പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസിന് പരിമിതികളുണ്ട് എന്നാണ്. ഒന്നാമത്തത്, കോൺഗ്രസ് ഒരു ദേശീയ പോരാട്ടത്തിന്റെ മെസ്സേജ് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആനന്ദ് വിമർശിക്കുകയാണ്. നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ സംഗതി പല വിഷയത്തിലും ഇന്ത്യയുടെ പൊതുവായ കോസിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധമുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങളുടെ നയത്തിനകത്തുണ്ട് എന്നാണ്. ഒന്ന്, ശ്രീ ആനന്ദ് കൊച്ചുകൂടിയോട് എല്ലാവിധ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുന്നു, രാഹുൽ ഗാന്ധി പേടിച്ചോടി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. UP കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? ഇല്ലാത്തൊരു സാധനത്തിനെ നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ദയവ് ചെയ്ത് ആ രീതിയിൽ സംസാരിക്കരുത്. ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ അവസരമുണ്ടായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇരിക്കുന്ന സമയത്തല്ല പേടിച്ചോടിയതല്ല, പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കാമായിരുന്നു. AICCയുടെ പ്രസിഡന്റായിട്ട് ഇന്നും തുടരാമായിരുന്നു. എടുത്തിട്ടില്ല എന്ന് വെച്ച ഒരു പ്രിവിലേജിന്റെ പേരിൽ ഏതെങ്കിലും AC മുറിക്കകത്ത് നിങ്ങൾ ഇന്ന് ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ AC മുറിക്കകത്ത് ഇരുന്ന് ചർച്ച ചെയ്തതല്ല മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ നടന്നു, യാത്ര ചെയ്തു. ഏതെങ്കിലും ഒരാൾ, ഞാൻ ആനന്ദ് കൊച്ചുകൂടിയോട് ചോദിക്കുന്നു, മണിപ്പൂരിലെ വംശഹത്യ നടത്തി 1,00,000 ആളുകളെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് 1000-ഓളം ആളുകളെ ശവശരീരം മോർച്ചറിയിൽ വെച്ച് ആ സർക്കാരിന്റെ ആയുധമെടുത്ത് ഒരു വിഭാഗത്തിനെ വേട്ടയാടിയ ആ പ്രദേശത്തേക്ക് ഇന്ത്യ രാജ്യത്തെ ഏത് മാധ്യമങ്ങളാ പോയത്? ഏത് മാധ്യമ പ്രവർത്തകരാ പോയത്? അവിടേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പും മത്സരിക്കലും ജയിക്കലുമല്ല, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടലാണ്. ആ ഇടപെടൽ നടത്തിയ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളെ നിരന്തരമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോടാ മത്സരിക്കുന്നത്? നരേന്ദ്രമോദിയോട് അല്ല. നിജേഷ് അരവിന്ദ്, ഉത്തർപ്രദേശിൽ വേറെ ആരെങ്കിലും ഉത്തർപ്രദേശിൽ വേറെ ഏതെങ്കിലും പാർട്ടി പട്ടിക പ്രഖ്യാപിച്ചോ എന്ന് ചോദിക്കല്ലേ? മോദി വാരണാസിയിൽ മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മോദി വാരണാസിയിൽ മത്സരിക്കുന്നത് UPയിൽ. ഏത് സീറ്റിൽ മത്സരിക്കണം, അത് ഞങ്ങൾ തീരുമാനിക്കും. ഒരു നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ആർക്കും ഇവിടെ നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് തീരുമാനിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ തീരുമാനിക്കാത്തതിൽ പ്രശ്നമുണ്ടെന്ന് അഭിപ്രായപ്പെടുകയാണ്. അല്ലെ നിഷാദ് ചോദിക്കട്ടെ, BJP 20,000 വോട്ടിന് മാത്രം ഒരിക്കൽ തോറ്റ, രണ്ടാം സ്ഥാനത്ത് വന്ന, നിരന്തരമായി രണ്ടാം സ്ഥാനത്ത് വരുന്ന തിരുവനന്തപുരത്ത് നിന്ന് പിന്മാറിക്കൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാമെന്ന് ഏതെങ്കിലും കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ മാത്രം കോർണയല്ലേ? രാഹുൽ മുഹമ്മദിന്റെ കട 2 തവണ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. എവിടെയാ മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം മുഹമ്മദിന്റെ കട തുറക്കുന്നു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞെന്താ? വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കും. നിങ്ങളുടെ വിജ്ഞാർത്ഥത്തിലുള്ള പ്രയോഗം, ആ പ്രയോഗം ശരിയാണ് ആനന്ദ് കൊച്ചുകൂടി. അല്ലെ, ഒരു പ്രയോഗം നടത്തിക്കൊണ്ട് ഈ രാഹുൽ ഗാന്ധി ഒന്നുമല്ല, കോൺഗ്രസ് ഒന്നുമല്ല എന്ന ഒരർത്ഥത്തിലേക്ക് ഒരു ആഖ്യാനം ക്രിയേറ്റ് ചെയ്യാൻ അത് ഏത് മാധ്യമ പ്രവർത്തകരാണെങ്കിലും അത് എതിർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. രാഹുൽ ഗാന്ധി പേടിച്ചോടുകയാണെങ്കിൽ ഈ രാഷ്ട്രീയമല്ല ചെയ്യുക.
രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കും. അല്ലെങ്കിൽ നെഹ്റുവിന്റെ റോയൽറ്റി മതി രാഹുലിന് രക്ഷപ്പെട്ടു പോകാൻ. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് ജീവിക്കാനാണ്, അല്ലെങ്കിൽ പേടിപ്പെട്ട് ഓടിച്ചുള്ള ഒരാളാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് പോയി ജീവിക്കാം, പാകിസ്ഥാനിലെ ആളുകൾ ചെയ്യുന്നത് പോലെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയം നാളെയുടെ രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്തുകൊണ്ട് AICC പ്രസിഡന്റ് സ്ഥാനം തെരഞ്ഞെടുപ്പിലൂടെ ഒരാൾ അധികാരമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഇതുപോലെ ചർച്ചകൾ കിട്ടുമ്പോൾ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തത് ശരിയല്ല എന്ന് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം. അത്രേ പറയാനുള്ളൂ. ഇനി മിസ്റ്റർ അരുൺകുമാറെ ഹിമാചൽ നടപ്പിലാക്കിയോ കർണാടക നടപ്പിലാക്കിയോ എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഈ നാട്ടിൽ പൗരത്വ നിയമത്തിനുള്ള സമരത്തിലെടുത്ത നിലപാടെന്താ അരുൺകുമാർ വ്യക്തമാക്ക്. അരുൺകുമാർ വലിയ സമരക്കാരനാണല്ലോ. എത്ര ദിവസം ജയിലിൽ കിടന്നു, എത്ര കേസുണ്ടായി? ഞാൻ കിടന്നിട്ടുണ്ട് 4 ദിവസം കോഴിക്കോട് ജയിലിൽ. ഞാൻ മാത്രമല്ല, ഇന്നത്തെ MLA TD സിദ്ദീഖ്, ഞങ്ങളുടെ DC ബസ്സിൽ പ്രവീൺ കുമാർ അടക്കം 57 പേരെയാണ് 4 ദിവസം പിണറായി വിജയൻ ജയിലിൽ അടച്ചത്. CRPF അല്ല അടച്ചത്, പട്ടാളം അല്ല അടച്ചത്. കോഴിക്കോട് ജയിലിൽ ഞങ്ങളാ കിടന്നത്. 2.5 കൊല്ലം കേസ് നടത്തിയതാ കോഴിക്കോട്. എന്നിട്ട് നിങ്ങളുടെ പോലീസുകാരും SIയും CIയും വന്നിട്ട് ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞതാ. അവസാനം വിചാരണയിലാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്, പിൻവലിച്ചിട്ടല്ല. 1000 ചില്ലാനം കേസുകൾ പിൻവലിക്കാതെ തെരഞ്ഞെടുപ്പിന്റെ 23-ാം മണിക്കൂറിൽ പിൻവലിക്കാൻ ഓർഡർ ഇട്ട കള്ളത്തരമല്ല ചെയ്തത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്ന് ചെയ്യേണ്ടിയിരുന്നു. ഇല്ലാത്ത ആത്മാർത്ഥതയെ കാണിച്ച് ഞങ്ങളാണ് സംഘപരിവാറിനെതിരെ എന്ന് വല്ലാതെ വർത്തമാനം പറയല്ലേ. ഇനി ഒന്നുകൂടെ അരുൺകുമാറെ, കോൺഗ്രസിന്റെ നയത്തിനോട് യോജിപ്പില്ല എങ്കിൽ നിങ്ങൾ 87 ചെയ്തതുപോലെ, VP സിംഗിന് ഇടത്തെ കൈ പിടിച്ചതുപോലെ, അങ്ങ് ഡൽഹിയിൽ പോയി BJPക്ക് വോട്ട് ചെയ്തതുപോലെ ചെയ്തേക്ക്. ഞങ്ങൾക്ക് പ്രയാസമില്ല. എന്നാൽ ഞങ്ങളുടെ നയം പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ എതിരല്ല, CPM-നോട് ഞങ്ങൾ എതിരല്ല. ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ നരേന്ദ്രമോദിക്കെതിരെ സീതാറാം യെച്ചൂരി നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. കേരളത്തിൽ വന്ന് കോൺഗ്രസിന്റെ നയം എല്ലാ നയത്തിലും തെറ്റാണെങ്കിൽ, കോൺഗ്രസിന്റെ നയത്തിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകുന്നത് അരുൺകുമാർ അല്ല പറയേണ്ടത്, യെച്ചൂരി പറയണം. അത്രേ പറയാനുള്ളൂ. ചർച്ചയിലേക്ക് വീണ്ടും KS അരുൺകുമാർ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ചില സംഗതികൾ പറഞ്ഞു. അതിനപ്പുറം ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു റിലവൻസിനെ കുറിച്ച് നേരത്തെ ഒരു സംഗതി ശ്രീ ആനന്ദ് ഓപ്പൺ ചെയ്തല്ലോ. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ രാഹുൽ ഗാന്ധി, ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന് പറയാം. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്ന് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഒരു മത്സരം പ്രഖ്യാപിക്കാതെ കേരളത്തിൽ വന്ന് സിറ്റിംഗ് സീറ്റിലെ സേഫ് സോണിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതും ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു കക്ഷിയുമായിട്ട്. കേരളം പോലെ ഒരു സ്ഥലത്ത് ഇന്ത്യ സഖ്യത്തിൽ ഉള്ള ഒരു പാർട്ടിയായ CPM-ന് ഒരേ ഒരു മണ്ഡലം മാത്രമാണ് സിറ്റിംഗ് MP എന്ന് പറഞ്ഞാൽ അത് ആലപ്പുഴ മാത്രമാണ്. അവിടെ കൂടെ തോൽപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യ കർമ്മിയായിട്ടുള്ള KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വന്ന് അവിടെ മത്സരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു കക്ഷിക്കുള്ള അവശേഷിക്കുന്ന ഒരേ ഒരു സീറ്റിൽ തോൽപ്പിക്കാൻ. സത്യത്തിൽ ഭയങ്കര തമാശയല്ലേ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ ഈ സഖ്യം? ഇതിലെ ഇപ്പോൾ 400 ക്ലബിൽ കയറും, 450 സീറ്റ് മേടിക്കും എന്നൊക്കെ NDA പറയുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണത്തെ NDAയുടെ പ്രകടനവും ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ NDA പറയുന്നതെല്ലാം അതായത് കഴിഞ്ഞ തവണയുള്ള ലോക്സഭാ സീറ്റ് തന്നെയാണല്ലോ എല്ലാ സംസ്ഥാനത്തും ഈ തവണയും ഉള്ളത്. ഇപ്പോ ഗുജറാത്ത്, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, ഇവയിൽ എല്ലാ സീറ്റും BJP ആണ് ജയിച്ചത്. കാരണം അവിടെ സീറ്റിന്റെ എണ്ണം ഇല്ല, മാക്സിമം വിജയം കഴിഞ്ഞ തവണ കിട്ടി. രാജസ്ഥാനിൽ 25-ൽ 24, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ 11-ൽ 9, മധ്യപ്രദേശിൽ 29-ൽ 28, ഉത്തർപ്രദേശിൽ 80-ൽ 62, ബീഹാറിൽ 40-ൽ 33, മഹാരാഷ്ട്രയിൽ 48-ൽ 41. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ മാക്സിമം സീറ്റുകളിലുള്ള വിജയമാണ് അവർക്കുണ്ടായത്. ഉത്തരേന്ത്യയിൽ ആകെ 245 സീറ്റുള്ളതിൽ 205 അവർ ജയിച്ചു. പശ്ചിമേന്ത്യയിൽ 78-ൽ 69 ജയിച്ചു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 25-ൽ 14 ജയിച്ചു. കിഴക്കൻ മേഖല ബംഗാൾ ഉൾപ്പെടെയുള്ള കിഴക്കൻ ഒറീസ അവിടെ 64-ൽ 26, ദക്ഷിണേന്ത്യയിൽ 131-ൽ 29. അതായത് ഏത് നിയമസഭ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് ഞങ്ങൾക്ക് സീറ്റ് നേട്ടം ഉണ്ടാകും എന്ന് പറയാൻ NDAക്ക് കഴിയുന്നില്ല. കാരണം കേരളത്തിൽ കിട്ടില്ല, തമിഴ്നാട്ടിൽ കിട്ടില്ല, കർണാടകത്തിൽ കഴിഞ്ഞ തവണ 25 കിട്ടിയതാണ്, അവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണ്. ആന്ധ്ര, തെലങ്കാനയിലെ സ്ഥിതി നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റ് അവർക്ക് കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ മാക്സിമം കിട്ടി. അതുകൊണ്ട് നല്ല രൂപത്തിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ കഴിയും. NDA സംബന്ധിച്ചിടത്തോളം ഒരു 10-30 സീറ്റങ്ങ് കുറഞ്ഞാൽ തന്നെ സ്ഥിതി മാറി. ആ ഒരു സാഹചര്യത്തിലേക്ക് നല്ല പോരാട്ടം സംഘടിപ്പിക്കാൻ കഴിയും. മഹാരാഷ്ട്രയിലെ സീറ്റ് ചർച്ച പൂർണ്ണതയിലേക്ക് എത്തുന്നു. ബീഹാറിൽ നടത്തിയ റാലി കണ്ടാൽ നമുക്കറിയാം വലിയ തരത്തിൽ അവിടെ മുന്നേറ്റമുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി വടക്കിഴക്ക് ആസാമിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നല്ല തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയെ നേരിടാൻ അതിശക്തമായി കോൺഗ്രസ് തയ്യാറാകുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് വേണം, നമ്മുടെ മുന്നിൽ വേണം. അവരുടെ BJPയുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കൈപ്പത്തിക്ക് വോട്ട് മേടിച്ച് ജനങ്ങളെ നിന്ന് വലിയ ആശീർവാദത്തോടെ വരുന്ന കോൺഗ്രസ്സുകാരെ BJP ആക്കി മാറ്റാൻ കഴിയും എന്നതാണ് അവരുടെ ഏക ആത്മവിശ്വാസം.
ആ ആത്മവിശ്വാസം പൂർത്തീകരണത്തിലേക്ക് പോകാതിരുന്നാൽ, അങ്ങനെ സംഭവിക്കാതിരുന്നാൽ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഓരോ സംസ്ഥാനത്തിന്റെ സാഹചര്യം, ഇപ്പോൾ 7 സീറ്റും ഡൽഹിയിൽ BJP ആയിരുന്നു, അവിടെ കോൺഗ്രസും അതുപോലെ ആപ്പും എല്ലാം സഖ്യത്തിലായി. തൊട്ടടുത്ത് ഹരിയാനയിലെ സാഹചര്യം, ഇതെല്ലാം BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മേഖലകളിൽ വരെ നന്നായി വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും BJPക്കെതിരെ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോട് മത്സരിക്കാൻ വയനാട്ടിൽ വന്നതും അവരുടെ സംഘടനാ സെക്രട്ടറി വടക്കേന്ത്യൻ പൊളിറ്റിക്സിലൊക്കെ വലിയ തരത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പടവലങ്ങ പോലെ കോൺഗ്രസ് താഴേക്ക് വളരുന്നതിൽ സംഘടനാ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആളാണെങ്കിലും KC വേണുഗോപാൽ വന്ന് CPMന്റെ ഏക സീറ്റിനെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം, 26 മാസം രാജ്യസഭയിൽ MP-ഷിപ്പ് ഉള്ള ഒരാൾ, ആ സീറ്റ് ഇപ്പോൾ BJP ജയിക്കും. ഇദ്ദേഹം ഇവിടെ ജയിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായാൽ ആ സീറ്റ് BJPക്ക് കൊടുക്കും. 4 സീറ്റാണ് രാജ്യസഭയിൽ കോൺഗ്രസിന് BJPക്ക് ഭൂരിപക്ഷത്തിന് കുറവുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത അവർ ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു വിശാല അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം, ഉറപ്പുള്ള സീറ്റിൽ മത്സരിക്കണമെങ്കിൽ കർണാടകത്തിൽ മത്സരിക്കാമല്ലോ. BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന എത്രയോ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊന്നും മത്സരിക്കാതെ പ്രധാനപ്പെട്ട 2 പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോടും മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന മണ്ഡലങ്ങൾ, അത് ഗൗരവത്തോടെ തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ മേഖല ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ഇപ്പോ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് അരുൺകുമാർ ആവർത്തിച്ചു പറയുന്നത്. അല്ല ആനന്ദ്, ഇതിനകത്ത് ഒരു സംഗതിയുള്ളൂ. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ 2019 വിമർശിക്കുന്നു, 2024 വിമർശിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തിന് വയനാട് വീണ്ടും ചൂസ് ചെയ്യുന്നുള്ള ചോദ്യം അവിടെയുണ്ട്. സിറ്റിംഗ് MP ആയതുകൊണ്ട് വീണ്ടും വന്നു എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സാങ്കേതിക ന്യായം പറയാവുന്നല്ലാതെ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സത്യത്തിൽ ഞാനൊരു കവിഞ്ഞ ചോദ്യം ചോദിക്കുകയാണ് ആനന്ദ്. രാഹുൽ ഗാന്ധിക്ക് എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സുരക്ഷിതമായ സീറ്റുകൾ വിരലിലെണ്ണാവുന്നതിലും താഴെ ഉള്ളൂ ഈ ഇന്ത്യ മഹാരാജ്യത്ത്. അതുകൊണ്ട് അദ്ദേഹം വയനാട്ടിലേക്ക് വരാൻ നിർബന്ധിതനായി എന്നുണ്ടോ? കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് പൂർണ്ണമായി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. അദ്ദേഹത്തിന് രാജ്യത്താകമാനം പ്രചരണത്തിൽ പങ്കെടുക്കണം. മോദി അങ്ങനെയാണല്ലോ, വാരണാസിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു, രാജ്യം ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഉറപ്പായും ജയിക്കുന്ന ഒരു സീറ്റ് വേണം. ആ സീറ്റ് വയനാടല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് കണ്ടെടുക്കാൻ വേറെ ഒന്നും ഇല്ല എന്ന ഒരു പരിമിതാവസ്ഥ സത്യത്തിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ടാകുമോ? ഞാൻ കുറച്ച് കടത്തി ചോദിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഈ ഉള്ള 543 സീറ്റിൽ ഉറപ്പായിട്ടും ജയിക്കാമെന്ന് കരുതാവുന്ന ഒരു സീറ്റ് വയനാടാണ്. ഇപ്പൊ കേരളത്തിലെ തന്നെ എല്ലാ സീറ്റിലും മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ജയിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ ജയിച്ചേക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉദാഹരണത്തിന്, തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കുകയാണെന്ന് കൂട്ടാം. അവിടെ ഇപ്പോൾ വേറെ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. ഇപ്പോൾ ശശി തരൂർ ഇവിടെ മത്സരിക്കുന്നില്ല, അതിന് പകരം രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂൽ സ്ഥാനാർത്ഥിക്കും ജയിക്കാവുന്ന ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ പെട്ട ഏക മണ്ഡലം ചിലപ്പോൾ വയനാടായിരിക്കും. അതാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ വരാൻ ഒരു കാരണം. കഴിഞ്ഞ തവണ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മണ്ഡലങ്ങളിൽ കന്യാകുമാരി, ബാംഗ്ലൂർ സൗത്ത് അല്ല, ബാംഗ്ലൂർ റൂറൽ, DK സുരേഷ്, DK ശിവകുമാറിന്റെ സഹോദരൻ മത്സരിച്ച സീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചില സീറ്റുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം വയനാട്ടിലേക്ക് എത്തിയത്. അന്ന് കരുതിയിരുന്നത് വയനാട് മത്സരിച്ചാൽ 3 സംസ്ഥാനങ്ങളിലെങ്കിലും ചുരുങ്ങിയത് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ്. പക്ഷേ 3 സംസ്ഥാനങ്ങൾ പോയിട്ട് ആകെ മലബാർ ഭാഗത്ത് മാത്രം കുറച്ച് സീറ്റുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയാം. വയനാടും അപ്പുറം കണ്ണൂർ, കാസർഗോഡ്, അല്ലെങ്കിൽ ഒരു പക്ഷേ വടകര, പിന്നെ മലപ്പുറത്തൊക്കെ എന്തായാലും ജയിക്കാവുന്ന സീറ്റുകളാണ്. അപ്പോൾ പിന്നെ ഈ സീറ്റുകൾ അങ്ങനെ കുറച്ച് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ. ഇപ്പുറത്തേക്ക് ശബരിമലയുടെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു 2019. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നത് കൊണ്ട് ആകെ ഗുണമുണ്ടാകുന്നത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കാണ്. അവർക്ക് അവരുടെ സീറ്റ് ജയിക്കാൻ വേണ്ടി ഇപ്പോൾ കൊടിക്കുന്നിലാണെങ്കിലും മറ്റ് ചില ആൾക്കാരാണെങ്കിലും എപ്പോഴും പറയാറുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കണം. എന്തിനാണ്? അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും 10 വോട്ട് കൂടുതൽ കിട്ടുമോ എന്നുള്ള ഒരു കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിൽ അവർ ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രത്തെ അവർ പരിഗണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരത്തെ നിജേഷ് അരവിന്ദ് പറഞ്ഞതുപോലെ
രാഹുൽ ഗാന്ധി വല്ല വിദേശത്ത് പോയി അദ്ദേഹത്തിന് മറ്റ് മുൻപുണ്ടായിരുന്നത് പോലെ വല്ല കൺസൾട്ടിങ് ജോലിയോ വല്ല IT കമ്പനിയോ വല്ലതും തുടങ്ങിയായിരിക്കും നല്ലത്. കാരണം ഈ പാർട്ടിയിൽ ഞാൻ നോക്കുമ്പോൾ ഈ പാർട്ടിയിൽ ഒത്തിരി നേതാക്കളുണ്ട്, ഒത്തിരി കഴിവുള്ള നേതാക്കളുണ്ട്. ഇപ്പോൾ പോലും BJP-യെക്കാളും CPM-നേക്കാളും മറ്റേത് പാർട്ടിയേക്കാളും കൂടുതൽ നല്ല കഴിവുള്ള നേതാക്കളുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. പക്ഷേ ഈ പാർട്ടിയിൽ രാഹുൽ ഗാന്ധി ബൈ വിർച്യൂ ഓഫ് ഗാന്ധി കുടുംബത്തിൽ ജനിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം നേതാവാകുന്നു. ആ നേതാവിന് പക്ഷെ ഒരു ബേസ് ഇല്ല. അദ്ദേഹത്തിന് സ്വന്തം രാജ്യമില്ലാത്ത രാജാവിനെ പോലെ പലായനം ചെയ്തു വന്ന് വയനാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹം വിധിക്കപ്പെടുന്നു. ഇപ്പോൾ പോലും ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ദില്ലിയിലെ ചില കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവർ പറയുന്നു ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും ഇതുവരെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്യാത്തത് തന്നെ ഇപ്പോൾ തന്നെ തിരിച്ചടിയാണെന്നാണ് അവർ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് അത് ആലോചിക്കേണ്ടി വരുന്നത് തന്നെ പരിതാപകരമല്ലേ? ശരിയാണ്, വയനാട് രാഹുൽ ഗാന്ധിക്ക് ഒരു സേഫ് സീറ്റ് വേണം. പക്ഷേ അതിന്റെ കൂടെ അമേഠിയിൽ മത്സരിക്കാൻ എന്തിനാണ് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നത്? ഇതിൽ രണ്ടാമത് ചിന്തിക്കേണ്ടി വരേണ്ട ഒരാവശ്യവും ഉണ്ടാകേണ്ടതല്ല. സ്വന്തം പൈതൃകം റായ്ബറേലി, അമേഠി പോലെയുള്ള സീറ്റുകൾ അവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് കൂട്ടുക. എങ്കിൽ പോലും അവിടെ മത്സരിച്ചില്ലെങ്കിൽ ഈ മത്സരത്തിന് മുൻപേ തോറ്റോടുന്ന, അതായത് ഒരു യുദ്ധം നടക്കുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് പട നയിക്കാൻ പറ്റാത്ത ഒരു പടയാളിയെ പോലെ രാഹുൽ ഗാന്ധി പെരുമാറുന്നതായിട്ടാണ്. അല്ല, മറുപടി പറയുമ്പോ നിഷാദെ കുറച്ച് കൃത്യമായി പറയണമല്ലോ. രാഹുൽ ഗാന്ധി ആനന്ദ് കൊച്ചുകുടിയുടെ ഭാഷയിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ പോലും സ്വാധീനിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തിനാ നിങ്ങൾ സൈക്കിൾ എടുത്ത് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്നത്? അദ്ദേഹം ഒരു കഴിവുമില്ലാത്ത ഒരാളല്ലേ ആനന്ദ് കൊച്ചുകുടി. അയാൾ എവിടെയെങ്കിലും ജീവിക്കട്ടെന്ന്, അയാൾ എവിടെയെങ്കിലും മത്സരിക്കട്ടെന്ന്. നിങ്ങൾ എന്തിനാ പിറകെ കൂടുന്നത്? അദ്ദേഹത്തിന് ഒരു കഴിവില്ല, അതല്ല നിങ്ങൾ പറഞ്ഞത്. ഏതൊക്കെ വിദേശത്ത് പോയി ജീവിക്കുന്നതാണ് നല്ലത്, നിങ്ങൾ റെക്കമെൻഡേഷൻ തന്നു. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ വിട്, അദ്ദേഹത്തെ ഒഴിവാക്കുക. അദ്ദേഹം ഒന്നിനും പറ്റില്ല. പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വിളിച്ചു കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോട്ടെ, ആ ചാർജ് കൊടുക്കട്ടെ. പ്രൈം ടൈം ചർച്ചയ്ക്കകത്ത് നിഷാനെ എന്തിനാ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നത്? രാഹുൽ ഗാന്ധി മത്സരിക്കല്ലേ വയനാട്ടിൽ? നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്, ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്, ചർച്ച ചെയ്യേണ്ടത് നമ്മള്. രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ ഇഷ്യൂ ഒന്നുമല്ലോ ഇത്. നിഷാദ് ചോദിക്കട്ടെ, ആനന്ദിനോട് ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ജീവിച്ചോട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. തൊട്ടടുത്ത മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ കഴിവില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. പേടിച്ചോടുന്ന ആളാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അങ്ങനെയുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്താൽ നിങ്ങളെന്തിനാ പിന്നാടെ കൂടുന്നത്? ഇതെന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റാ? നിങ്ങൾ പലവട്ടം എന്റെ ആനന്ദ് കൊച്ചുകൂടി നിങ്ങൾക്ക് പറയാം കുറ്റിച്ചൂൽ എന്ന്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റാണോ ചോദിച്ചാൽ ശരിയാണ്, നിങ്ങളുടെ സീറ്റ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് നിജേഷ് അരവിന്ദ്? ശരിയാണ്, നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് പറഞ്ഞു കേട്ടു, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റല്ലേ, അവിടെ ആനി രാജയെ കൊണ്ടുവരാൻ പാടുണ്ടോ? അതല്ലേ മര്യാദ കിടന്ന്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടിയായ CPM-ന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാക്കളുടെ ഒരാളായ KC വേണുഗോപാൽ വരുന്നതിന്റെ മര്യാദ എന്താണ്? KC വേണുഗോപാൽ അതേ ആലപ്പുഴയിൽ നേരത്തെ മത്സരിച്ചു ജയിച്ച ആളാണ്. KC വേണുഗോപാൽ രാജ്യസഭാ MP അല്ലേ? അവിടെ സിറ്റിംഗ് സീറ്റ് അല്ലേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ അദ്ദേഹം രാജ്യസഭാ MP പദവി രാജിവെച്ച് ഒഴിഞ്ഞ് മത്സരിക്കാൻ പറ്റില്ലേ? അല്ലേ? ഞാൻ തിരിച്ച് എന്തുകൊണ്ട് നിഷാദ് എന്തുകൊണ്ട് തിരിച്ച് സ്റ്റാൻഡ് എടുക്കുന്നില്ല? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ആം ആദ്മി പാർട്ടി കർണാടകയിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം തുടങ്ങി. ഒന്ന്, CPM കർണാടകയിലെ CPM പറഞ്ഞു ഒരു സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും, ബാക്കി എല്ലാ സീറ്റിലും ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും പറഞ്ഞു. അങ്ങനെ നിലപാടെടുക്കുന്ന ഇന്ന് പ്രകാശ് അംബേദ്കർ പറഞ്ഞു 8 സീറ്റിൽ ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പോകുന്നു, മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്ന. അങ്ങനെ വിശാല താല്പര്യമുണ്ട് എങ്കിൽ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ കിട്ടലാണ് ആവശ്യമെങ്കിൽ KC വേണുഗോപാലിനെ പോലെ, പിന്നെ അരുൺകുമാർ പറഞ്ഞ വ്യക്തിപരമായ ഒരു പരാമർശമുണ്ട്, അദ്ദേഹം പടവലങ്ങ പോലെ താഴെ വരുന്ന ഒരാളാണ്. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പറയുന്നത് ഞങ്ങൾ ഓർഗനൈസേഷൻ സെക്രട്ടറി, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ആവശ്യം പാർലമെന്റിനകത്ത് പ്രത്യേകിച്ച് EVM ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സംശയം ഞങ്ങൾ ഞങ്ങളുടെ ഡൽഹി ബോംബെ റാലിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സംശയമൊക്കെ ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസിന് പറ്റാവുന്ന മുഴുവൻ ആളുകളെയും ലോക്സഭയ്ക്ക് അകത്തെത്തിക്കണം. എത്തിച്ചോളൂ, പക്ഷെ നിങ്ങൾക്ക് അതിന് കോൺഫിഡൻസ് ഇല്ലാന്നൊരു വിമർശനമാണ്. നിങ്ങൾ ഇത്ര അതിന് അഗ്രസീവ് ആവണ്ട നിജേഷ്. അതായത് നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് KC വേണുഗോപാൽ, ഒന്ന് രാഹുൽ ഗാന്ധി, 2 പേർക്കും മത്സരിച്ച് ജയിക്കാൻ കേരളത്തിലേക്ക് വരണം. BJP-യുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ധൈര്യമില്ല. BJP-യുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുക എന്നത് രാജ്യത്താകമാനം അവർ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം അതിനകത്തുണ്ട്. ആ റോൾ എടുക്കാൻ അവർക്ക് ധൈര്യമില്ലേ? അത് ഇപ്പോഴത്തെ കാലത്ത് നല്ലതാണോ? ഒരു ഹെഡ് ഓൺ ഫൈറ്റ് വേണ്ടേ എന്ന ചോദ്യത്തെ ഇത്ര അസഹിഷ്ണുതയോടെ കാണുന്നത് എന്തിനാണ്? അല്ല നിഷാനെ, തിരിച്ച്
കെ.സി. വേണുഗോപാൽ കേരളത്തിലെ ആലപ്പുഴയിൽ നിന്ന് 2 തവണ MP ആയ ഒരാളാണല്ലോ, സംശയമില്ലല്ലോ. ഇപ്പൊ രാജ്യസഭ അദ്ദേഹം ചൂസ് ചെയ്താവല്ലേ? അദ്ദേഹം ഇപ്പൊ രാജ്യസഭയിലല്ലേ, ഉപരിസഭയിലല്ലേ? അതിന്റെ ടേം കഴിഞ്ഞില്ലല്ലോ. അവിടുന്ന് ഇറങ്ങി വന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യം ഇന്ത്യ രാജ്യത്ത് പരമാവധി സീറ്റ് കിട്ടലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഭൂപേഷ് ബാഗലിനെ മത്സരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രമുഖരായ ആളുകളെ ഇനിയുള്ള ലിസ്റ്റിൽ മത്സരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം പാർലമെന്റിനകത്ത് ശക്തമായ കോൺഗ്രസ് നിര ഉണ്ടാക്കലാണ്. എതിരാളികളെ ജയിപ്പിച്ചു വിടലല്ല ഞങ്ങളുടെ ലക്ഷ്യം. കോൺഗ്രസ് പരമാവധി സീറ്റുകളിൽ പരമാവധി നേതാക്കൾ മത്സരിക്കുക, പരമാവധി നമ്പർ ഉണ്ടാക്കുക എന്നാണ് മാത്രമാണ്, പരമാവധി നമ്പർ ഉണ്ടാക്കൽ മാത്രമാണ് ലക്ഷ്യമെന്നാണ്. പക്ഷേ ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ കാര്യത്തിൽ താങ്കൾ ഒരു വിശദീകരണം തന്നില്ല എന്ന് എനിക്ക് എപ്പോഴും പ്രശ്നമുണ്ട്. ശ്രീ കൃഷ്ണദാസ് വയനാട്ടിൽ മത്സരിക്കാൻ വരുന്ന രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണത്തെ പോലെ ഇതാ പേടിച്ചോടുന്നേ ന്യൂനപക്ഷങ്ങളുടെ നാട്ടിലേക്ക് എന്ന നിലയ്ക്ക് ഇത്തവണയും കൈകാര്യം ചെയ്യുന്നുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം എന്ന് തോന്നുന്നത് കേരളത്തിലെ വയനാട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മലപ്പുറം ജില്ലയുടെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ആ വയനാട് മണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമേ മത്സരിച്ച് ജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു ധാരണ കോൺഗ്രസിന്റെ നേതാക്കൾക്കുള്ളത്. നമ്മളെന്തിനാ തെറ്റിക്കുന്നത്? അവരാ ധാരണയോട് കൂടിയല്ലേ മത്സരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇവരാര് ജയിച്ചാൽ എന്താ പ്രശ്നം നിഷാദ്? കേരളത്തില് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും LDFനെ സംബന്ധിച്ചാണെങ്കിലും ഇവർ ആര് മത്സരിച്ച് ജയിച്ചാലും രാഹുൽ ഗാന്ധിയെ പിന്തുണക്കേണ്ടവരല്ലേ? ശ്രീ അരുൺകുമാറിന്റെ ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദോരണി കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവരെല്ലാം ജയിച്ചു പോയാൽ നരേന്ദ്രമോദിയെ പിന്തുണക്കാൻ പോകുന്നവരാണെന്നാണ്. അല്ല, ഇവരെല്ലാം പിന്തുണക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. അപ്പൊ ഇവർ എന്തിനു മത്സരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഏത് നയം വെച്ചുകൊണ്ട് ഇവർ പരസ്പരം മത്സരിക്കുന്നു? അതിന്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ഒരുമിച്ച് മത്സരിക്കുന്നതാണ് ഇവർക്ക് 2 കൂട്ടർക്കും നല്ലത്. എന്തിനാണ് അവിടെ ചാനലിൽ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തുന്നതും പരസ്യമായി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വെല്ലുവിളിക്കുന്നതൊക്കെ? ഇതിന്റെ ആവശ്യകത ഇവർക്ക്? ഇവരെല്ലാവരും മത്സരിക്കുന്നത് BJPക്കെതിരായിട്ടാണ്, നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്. അപ്പൊ ഇവരുടെ രാഷ്ട്രീയ നയം ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയ നയത്തിൽ ഒരു വ്യതിയാനവും ഇല്ല. പിന്നെ ശ്രീ അരുൺകുമാർ സൂചിപ്പിക്കുന്നത് BJP അതിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒരു വികസനവും ഉണ്ടാകാൻ പോകുന്നില്ല, ഞങ്ങൾ സീറ്റിന്റെ കാര്യത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്ത് വന്ന സീറ്റുകളുണ്ട്, 3ാം സ്ഥാനത്ത് വന്ന സീറ്റുകളുണ്ട്. ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം. BJPയെ സംബന്ധിച്ച് മാത്രം കണക്കൂട്ടുന്ന 2ാം സ്ഥാനത്തുള്ള അടക്കം പരിഗണിച്ചുകൊണ്ടാണ് 400 സീറ്റ് സ്വപ്നം കാണുന്നതാണ് അദ്ദേഹം പറയുന്നത്. ശരി, അല്ല, അരുണിന്റെ മറുപടി എന്താണ് ഈ പറഞ്ഞവയ്ക്കൊക്കെ? അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അരുണിന്റെ മറുപടിയിലേക്ക് പോകുന്നതിന് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സീറ്റുകൾ, ഞങ്ങൾ പരാജയപ്പെട്ട 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ള സീറ്റുകൾ അത് പിടിച്ചെടുക്കുക എന്നുള്ളത്, അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ നഷ്ടപ്പെട്ട് 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ വന്നിട്ടുണ്ടെങ്കിൽ ആ സീറ്റുകൾ കൂടി ഞങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള രാഷ്ട്രീയ നയമാണ് ഞങ്ങൾ. അതുകൊണ്ട് വെറുതെ കാണുന്ന കിനാവല്ല എന്നാണ് അരുണിന്റെ മറുപടി. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ശ്രീ കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞപ്പോൾ മുൻപ് അവർ മത്സരിച്ച സീറ്റാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണയും കെ.സി. വേണുഗോപാൽ 2 തവണയും മത്സരിച്ച സീറ്റാണല്ലോ എന്ന ഒരു ഡിഫൻസ് ആണ് കോൺഗ്രസ് പറയുന്നത്. 2019 ഇന്ത്യ മുന്നണി ഇല്ല. 2019 ഒരു തരത്തിലുള്ള ഒരു അലയൻസും ഇല്ല, ഒരു കൂട്ടിയോജിച്ചുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിര ഇല്ല. അന്നേരം എടുത്ത രാഷ്ട്രീയ നിലപാട് അല്ല ഇപ്പോൾ എടുക്കേണ്ടത്. ഇപ്പോൾ 29ഓളം വരുന്ന കക്ഷികൾ യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിൽ യോജിച്ച് BJPക്കെതിരായിട്ടുള്ള വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് പോകാതെ ഒരു പ്രത്യേക സാഹചര്യം എടുത്തിരിക്കുന്നു. എന്നാൽ കേരളവും അതുപോലെ തന്നെ പഞ്ചാബ് അടക്കം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടുമുണ്ട്. പക്ഷേ ഒറ്റ ലക്ഷ്യത്തോടെ ഒറ്റ ഐക്യത്തോടെയാണ് പോകുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്കെതിരെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന, ജയിക്കാവുന്ന മണ്ഡലം മതി, ഇന്ന മണ്ഡലം ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുക്കാം. അതുപോലെ കെ.സി. വേണുഗോപാലും 26 മാസം രാജ്യസഭയിലുള്ള ഒരു വ്യക്തി മറ്റാരെങ്കിലും ഇവിടെ മത്സരിപ്പിക്കണമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെയധികം പ്രശസ്തിയുണ്ട്. പിന്നെ BJPക്കാരൻ വലിയ വർത്താനം പറയുന്നുണ്ട്. 4 മണ്ഡലങ്ങളിൽ നിങ്ങൾ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല, എന്തിയെ പ്രഖ്യാപിക്കാത്ത? നിങ്ങൾ 14 പേരെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 4 പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാ. കണ്ണൂര് നിങ്ങൾ പഴയകാല കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവന്ന് നിർത്തി, മലപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി, അനിൽ ആന്റണിയെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ നിർത്തിയിരിക്കുന്നു, അതുപോലെ ചെങ്ങന്നൂർ മറ്റേ അടുത്ത മാവേലിക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. നമുക്കറിയാം 4 മണ്ഡലങ്ങളിൽ അടത്തിയെടുത്ത്
അല്ലല്ല, അവരെല്ലാം ബിജെപിയുടെ കുറച്ച് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും 4 പേരെ പ്രഖ്യാപിക്കാൻ നിങ്ങൾ ക്ഷമിക്കാൻ ഞാൻ പറയട്ടെ സി കെ പത്മനാഭൻ നിങ്ങളുടെ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കല്ലേ, നിങ്ങൾ വർത്താനം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ, നിങ്ങൾ ചർച്ച ചെയ്തപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ, മര്യാദ കാണിക്ക്. ഇതാ നിങ്ങളുടെ കുഴപ്പം, ഇതാ നിങ്ങളുടെ കുഴപ്പം. എതിർ ശബ്ദങ്ങളെ കേൾക്കാനുള്ള സന്മനസ് പോലും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അസഹിഷ്ണുത പെരുകുകയാണ്. ഞാൻ പറഞ്ഞത് 14 പേരെ പ്രഖ്യാപിച്ചപ്പോഴേക്കും 4 പേരെ അടത്തിയെടുത്ത് കൊണ്ടുവന്നത് സി കെ പത്മനാഭനാണ്. ഇപ്പൊ ബിജെപിയിൽ തന്നെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഉണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെ രാജ്യം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ വിഷയത്തിൽ ഇരിക്കുന്നത്. ഇന്ന് അവസാനിപ്പിച്ച സമയം. താങ്ക് യു അരുൺ കുമാർ, ഒപ്പം വിജേഷ് അരവിന്ദ്, ഒപ്പം ശ്രീ ആനന്ദ്, ശ്രീ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. ഞാൻ കുറെ സമയം കടന്നുപോയി അരുൺ, അതുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും സംസാരിക്കാം. താങ്ക് യു.